ഇതിനു മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് വളരെ ബുദ്ധിമുട്ടും എൻ്റെ അതായത് സഹായിക്കാനും എല്ലാത്തിനും ആരുമില്ല, ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ എങ്ങനെയൊക്കെ ഇരുന്ന് മൊത്തം എന്താണ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. അങ്ങനെ ഇരുന്ന് വിഷമിച്ച് കുറേ ദിവസം കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ വേറെ ആരുമില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ തന്നെ സ്വയമേ കാറ്ററിംഗ് പോലത്തെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയിട്ട് അതിനോട് തന്നെ ഡെക്കറേഷൻ വർക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ലക്ഷ്യയിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 ജനുവരി മാസത്തിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ CPO ബാച്ചിലാണ് അഡ്മിഷൻ ആദ്യമായിട്ട് അവിടെ എടുക്കുന്നത്. എല്ലാ സാറുമാരും നല്ല നീറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആരും നല്ല സ്പീഡായിട്ട് അങ്ങനെ പറഞ്ഞു പോയി ഞാൻ കണ്ടിട്ടില്ല. എല്ലാം മനസ്സിലാക്കി 2-3 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഹായ്, എൻ്റെ പേര് നിഖിൽ കൃഷ്ണ എന്നാണ്. ഈ വർഷം വന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് 8ാമത്തെ റാങ്ക് നേടുകയും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിൽ 73ാമത്തെ റാങ്ക് നേടാനും എനിക്ക് സാധിച്ചു. എൻ്റെ സ്വദേശം വന്നിട്ട് നെയ്യാറ്റിൻകരയിലെ പൂഴിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണുള്ളത്. അച്ഛനും ചേട്ടനും ഇപ്പോൾ കൂടെ ഇല്ല. അച്ഛന് ഒരു 5 വർഷം മുമ്പേ കൊറോണ ബാധിച്ച് അങ്ങനെ മരണപ്പെടുകയുണ്ടായി. ചേട്ടനാണെങ്കിൽ ക്യാൻസറിൻ്റെ അസുഖം അങ്ങനെ വന്നിട്ട് ഒരു 2 വർഷം മുമ്പ് അങ്ങനെ മരണപ്പെടുകയുണ്ടായി. അപ്പം വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ലക്ഷ്യം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലോട്ട് ക്ലാസ്സിന് പോകുന്നത്. വീട്ടിൽ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ വേറെ ആരുമില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ തന്നെ സ്വയമേ കാറ്ററിംഗ് പോലത്തെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയിട്ട് അതിനോട് തന്നെ ഡെക്കറേഷൻ വർക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. വർക്കിനൊക്കെ പോയിട്ട് വരുന്നത് തന്നെ ചിലപ്പോൾ 10:30-11 മണിയാകും. ദൂരോട്ടുള്ള കാറ്ററിംഗ് വർക്കുകളാണ് കിട്ടുന്നതെങ്കിൽ വീട്ടിലെത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 12-1 മണിയോളാവും. അതിനുശേഷം വന്നതിന് ശേഷം വെളുപ്പിന് 2-3 മണി വരെ പഠിച്ച ദിവസങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതിനോടൊപ്പം ഈ എക്സാമിനോട് അടുത്ത സമയത്ത് ഒരു മാസത്തോളം എക്സാമിന് സമയം കിടന്ന സമയത്ത് രാവിലെ 5 മണിക്ക് എണീറ്റ് ഇവിടെ വീടിനടുത്തുള്ള ഒരു ലൈബ്രറിയിൽ പോയി എക്സാം എഴുതുമായിരുന്നു. ആദ്യം അവിടെ പോയി എല്ലാവരും വന്നതിന് ശേഷം ഒരു 3-4 പേരുണ്ട് എൻ്റെ കൂട്ടുകാർ. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു എക്സാം ഡെയിലി എഴുതുമായിരുന്നു. ആ എക്സാമിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം അവിടെ വെച്ച് തന്നെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ മാർക്കൊന്നും പരസ്പരം ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. അവരവരെ തന്നെ വിലയിരുത്തുമായിരുന്നു. ഇതിന് ശേഷം പിന്നെ 10 മണിക്ക് ആഹാരം കഴിച്ചതിന് ശേഷം 10 മണിക്ക് വീണ്ടും വായിക്കാൻ വരുമായിരുന്നു. അതിനുശേഷം ഉച്ചവരെ വായിച്ചിട്ട് വീണ്ടും 7 മണി തൊട്ട് 10 മണി വരെ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സിലും പോകുമായിരുന്നു. ക്ലാസ്സുള്ള ദിവസം രാവിലെ വായിച്ചതിന് ശേഷം ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും രാത്രി പോയിരുന്ന് വായിക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് അതിന് പുറമെ ഞാൻ സ്വയമേ എൻ്റെതായ രീതിയിലും പ്ലാൻ ചെയ്ത് കുറേയൊക്കെ പഠിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ അതിന് പുറമെ സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു. എല്ലാ ഫോഴ്സ് പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക്ക് സെപ്പറേറ്റായിട്ട് പഠിച്ചു പോവുകയും അതിൻ്റെ കൂടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാത്തിനും പൊതുവായിട്ട് നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിക്ക് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സ് എക്സാമിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ മെയിനായിട്ട് കേരള PSC ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റി. ആ ടോപ്പിക്കുകളെല്ലാം ഞാൻ പൊതുവെ എഴുതി വെച്ചിട്ട് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നല്ലതുപോലെ ഒരു റിവിഷൻ നടത്തിയിരുന്നു. എക്സാമിന് 2 ആഴ്ച കിടന്നപ്പം ഫുൾ റിവിഷൻ മാത്രമാണ്. പിന്നെ അങ്ങനെ കൂടുതലൊന്നും പഠിക്കാനായിട്ടൊന്നും നിന്നില്ല. അതിനുമുമ്പ് ഏകദേശം എല്ലാം പഠിച്ച് ഒതുക്കിയതിന് ശേഷം 2 ആഴ്ച ഫുൾ റിവിഷനായിരുന്നു. അപ്പോൾ ജിക്ക് കുറേ കൂടെ നല്ലപോലെ റിവിഷൻ ചെയ്തു. ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ അതിനു മുമ്പേ പഠിച്ചതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ലക്ഷ്യയിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 ജനുവരി മാസത്തിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ CPO ബാച്ചിലാണ് അഡ്മിഷൻ ആദ്യമായിട്ട് അവിടെ എടുക്കുന്നത്. അവിടുത്തെ ക്ലാസ്സുകളെല്ലാം പൊതുവെ എനിക്ക് നല്ലപോലെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കിരൺ സാറിൻ്റെ ഇംഗ്ലീഷ് നല്ലപോലെ എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം സാറ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് 1-2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ലപോലെ നോക്കിയിട്ട് തന്നെയാണ് പോയത്. അതിൽ നിന്ന് വരികയും ചെയ്തു. അതെനിക്ക് നല്ല ഒരു ഉപകാരമായെന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ടത്. പിന്നെ ബാക്കിയുള്ള എല്ലാ സാറുമാരും അതുപോലെ തന്നെയാണ്. സെലക്ട് ചെയ്ത് പഠിപ്പിച്ച ടോപ്പിക്സിൽ നിന്നൊക്കെ നല്ലപോലെ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. മലയാളം ആയാലും മാത്സ് ആയാലും എല്ലാ സാറുമാരും നല്ല നീറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആരും നല്ല സ്പീഡായിട്ട് അങ്ങനെ പറഞ്ഞു പോയി ഞാൻ കണ്ടിട്ടില്ല.
എല്ലാം മനസ്സിലാക്കി 2-3 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സമയമെടുത്ത് നല്ലതുപോലെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും നല്ല നീറ്റായിട്ട് തന്നെയാണ് അവിടുത്തെ സാറുമാരെല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളതെല്ലാം അതിനനുസരിച്ച് മനസ്സിലാക്കി നമ്മളതായ രീതിയിലും കൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ സിലബസ് ആദ്യം എടുത്ത് നോക്കിയ സമയത്ത് സിലബസ് ആണെങ്കിൽ ഇങ്ങനെ കടൽ പോലെ ഒരുപാട് ഉള്ളതുകൊണ്ട് എല്ലാം കവർ ചെയ്യാൻ നിന്നില്ല. CPO ഫയർഫോഴ്സ് പോലത്തെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് എഴുതി എടുത്തതിന് ശേഷം ആ ടോപ്പിക്കുകൾ നല്ലതുപോലെ വായിച്ച് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും തെറ്റാതെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത്. ഞാൻ പക്ഷേ എക്സാമിന് പോയ സമയത്ത് ഒരു 100-നകത്ത് റാങ്കിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം, എന്നാൽ ജോലി ഉറപ്പാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പോയത്. ഈ വർഷം ഇപ്പോൾ ഈ എക്സാം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാം എന്നുള്ള ആ ഒരു പ്ലാനിലാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ എക്സാം എങ്ങനെയെങ്കിലും എഴുതി പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിക്ക് തന്നെയാണ് പോയത്. 100-നകത്ത് വരണമെന്നേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷേ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ എല്ലാം കണ്ട സമയത്താണെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത്, അതായത് എൻ്റെ പ്ലാനിൽ ഞാൻ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യനും വന്നത്. അപ്പോൾ അതെനിക്ക് നല്ലതുപോലെ അനുകൂലമായി. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എങ്ങനെ പോയാലും ഒരു 10ാമത്തെ റാങ്കിനകത്ത് തന്നെ വരും. ഫിസിക്കലൂടെ പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-നകത്ത് തന്നെ ഞാൻ വരുമെന്നുള്ളത് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായി. ആദ്യത്തെ എൻ്റെ എക്സാം ഫയർഫോഴ്സ് ആയിരുന്നു. ഞാൻ എഴുതിയ എക്സാമിൽ ആദ്യം ഫയർഫോഴ്സ് ആയിരുന്നു എഴുതിയത്. ആ എക്സാം എഴുതിയപ്പോഴേ നല്ല കോൺഫിഡൻസ് ആയി. കാരണം അത് ഉറപ്പായി. എന്ന് വെച്ചാൽ കിട്ടും. വീട്ടിൽ വന്ന് ആൻസർ കീ എല്ലാം എടുത്ത് വെച്ച് നോക്കിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മാർക്കുള്ളതായിട്ട് എനിക്ക് തോന്നി. ഉടനെ തന്നെ ഞാൻ ഫിസിക്കലിലെല്ലാം പോയി നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് CPOയുടെ എക്സാം വരുന്നത്. അതും ഇതേ പാറ്റേണിൽ തന്നെയാണ് പഠിച്ചത്. കാരണം ഫയർഫോഴ്സിൻ്റെ എക്സാം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ വന്നതുകൊണ്ടും നല്ലതുപോലെ എനിക്ക് എഴുതാൻ കഴിഞ്ഞതുകൊണ്ടും CPOയ്ക്കും അതേപോലെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് പോയത്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പോകുന്നതിന് മുമ്പേ നല്ലതുപോലെ റിവിഷൻ നടത്തി. അതുപോലെ തന്നെ നല്ലതുപോലെ എനിക്ക് എഴുതാൻ പറ്റി. അതിലും എനിക്കൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് രണ്ടും നല്ല പ്രതീക്ഷയോടെ അങ്ങനെ വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഫിസിക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതിന് ശേഷമുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും നല്ലതുപോലെ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു ചിന്തയിൽ മാത്രമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു സ്ഥാപനത്തിൽ ഞാൻ അതിന് വേണ്ടി പോകുമായിരുന്നു. നല്ലതുപോലെയൊക്കെ ഫിസിക്കലും കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ എനിക്ക് അത് ഫിസിക്കലും പാസ്സാകാൻ കഴിഞ്ഞു. പിന്നെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ഇപ്പം കഴിഞ്ഞ മാസം അതിൻ്റെ റിസൾട്ടുകളൊക്കെ ഇപ്പോൾ വന്നായിരുന്നു. ഈ മാസവും കഴിഞ്ഞ മാസമായിട്ടൊക്കെ അതിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ റിസൾട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം അറിയുന്നില്ല. ഞാൻ ഒരു ദിവസം അന്ന് ലക്ഷ്യയിൽ ക്ലാസ്സുള്ള ദിവസമായിരുന്നു. ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്താണ് ഇതുപോലെ എൻ്റെ കൂട്ടുകാരനാണ് റിസൾട്ട് എടുത്ത് നോക്കുന്നത്. ഞാൻ അറിയുന്നില്ല. ഇന്ന് വരുമെന്നുള്ളത് അറിഞ്ഞിരുന്നു. പക്ഷേ എപ്പോഴാണത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, എടാ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കാനും നിന്നില്ല. അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, എത്രയാണ് എൻ്റെ റാങ്ക്, എത്രയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, എന്തായാലും നീ തന്നെ കയറി നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്, എത്ര ആവും എങ്ങനെയാണ്. കുറച്ച് മാർക്കുകളാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഡിലീഷൻ വന്ന സമയത്താണെങ്കിൽ കുറച്ച് മാർക്ക് എനിക്ക് ഡിലീറ്റായി പോയായിരുന്നു. അങ്ങനെ കുറച്ച് മാർക്ക് എനിക്ക് താഴോട്ട് പോയി. പക്ഷേ എന്തായാലും ഞാൻ റിസൾട്ട് ഓപ്പണാക്കി നോക്കിയ സമയത്ത് എനിക്ക് 73ാമത്തെ റാങ്കുണ്ട്. നല്ല സന്തോഷമുണ്ട്. കാരണം 100-നകത്ത് എനിക്ക് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിന്നത്. കുറച്ചുകൂടെ റാങ്ക് മുകളിലോട്ട് വരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡിലീഷൻ വന്നത് കാരണം ഞാൻ ഒരു 100-നകത്താണ് പ്രതീക്ഷ കൊടുത്തിരുന്നത് ഫയർഫോഴ്സ്. പ്രത്യേകിച്ച് ഇത് സംസ്ഥാന തലത്തിൽ എക്സാം ആയതുകൊണ്ട് കുറച്ചുകൂടെ ലിസ്റ്റിൽ മുകളിൽ വരാൻ നല്ല ടഫാണ്. എന്നാലും 73 കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. അതിനുശേഷമാണ് ഈ മാസം, അതായത് ഏപ്രിൽ മാസത്തിലാണ് അതിനുശേഷം പോലീസിൻ്റെ റിസൾട്ട് വരുന്നത്. അതിലും ഞാൻ റിസൾട്ട് അറിയുന്നില്ല. എല്ലാം എൻ്റെ കൂട്ടുകാർ തന്നെയാണ് എടുത്തു വെച്ച് ആദ്യമേ നോക്കുന്നതും. അവർക്കാണ് എന്നെക്കാളും ഭയങ്കര ആകാംക്ഷ. കാരണം എൻ്റെ ഒട്ടുമിക്ക വിജയങ്ങൾക്കും അവരും ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് എടുത്തു പറയാതിരിക്കാൻ എനിക്ക് വയ്യ, കാരണം പ്രത്യേകം പറയേണ്ട കാര്യമാണ്. അപ്പം എല്ലാ റിസൾട്ടും അവർ തന്നെയാണ് ആദ്യം നോക്കുന്നതും അറിയുന്നതും. പക്ഷേ എന്നോട് പറയില്ല, നീ തന്നെ തുറന്ന് നോക്കണം. അവർക്കൊക്കെ അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് പോലീസിൻ്റെതും വന്നു, അത് ഞാൻ നോക്കി. അപ്പോഴും ഞാൻ ഒരു വർക്കിന് നിൽക്കുകയാണ്, ഒരു കാറ്ററിംഗ് വർക്കിന് നിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം. അപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അവർക്കെല്ലാം നല്ല സന്തോഷം. ഞാൻ അവിടെ വന്ന സമയത്ത് എന്നെ നോക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഒരു സന്തോഷമുണ്ട് അവരെ കണ്ണിൽ. അപ്പോൾ അവിടെ വെച്ച് ഞാൻ നോക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് എനിക്ക് 8ാമത്തെ റാങ്കെന്ന്. അപ്പം എനിക്കങ്ങനെ അന്ന് നല്ല സന്തോഷമായിരുന്നു. വർക്കിനാണ് നിന്നതെങ്കിലും നല്ല സന്തോഷമായി. എൻ്റെ കൂട്ടുകാരടുത്ത് എല്ലായിടത്തും കാര്യം പറയുകയും ചെയ്തു. അവരെല്ലാം വന്ന് നല്ലതുപോലെ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ നിഖിലിൻ്റെ ഫ്രണ്ട് അഹിനാണ്. നിഖിലിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കൂടെ നിന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ നേടിയ ഈ വിജയത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരുടെ ലൈഫിലും എന്തായാലും ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും. പക്ഷേ അതിനെ തരണം ചെയ്ത് എപ്പോഴും നമ്മളെല്ലാവരും
മുന്നോട്ട് പോകണം. അതിന് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആവുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയായിരിക്കും. ഇതിനു മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് വളരെ ബുദ്ധിമുട്ടും അതായത് സഹായിക്കാനും എല്ലാത്തിനും ആരുമില്ല, ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ എങ്ങനെയൊക്കെ ഇരുന്ന് മൊത്തം എന്താണ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. അങ്ങനെ ഇരുന്ന് വിഷമിച്ച് കുറേ ദിവസം കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറണം, എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് വന്നാലേ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഇരുന്ന് പഠിച്ചാണ് ഇപ്പോൾ ഈ ഒരു ഇതിലോട്ട് എത്തിയത്. ഇപ്പോൾ എല്ലാവർക്കും എന്നെ വേണ്ടപ്പെട്ടവർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട എല്ലാവർക്കും ഇപ്പം അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ എല്ലാവരിടത്തും എനിക്ക് എത്രത്തോളം നന്ദി പറയണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അത്രയും എല്ലാവരിടത്തും കടപ്പെട്ടിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്നവർക്കും നന്ദി പറയുന്നുണ്ട്.